കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയം വികസനത്തിന് ചുറ്റുമാണ്. വികസനം വേണോ വേണ്ടയോ ഈ ചോദ്യമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലുള്ളത്. പാലക്കാട് ബ്രൂവറി വിവാദം ആ ചോദ്യത്തിലേക്കാണ് രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുന്നത്. എവിടെ നിൽക്കണം? കോൺഗ്രസ് ബ്രൂവറിക്കെതിരെ രംഗത്ത് വന്നു. എന്നാൽ UDF-ലെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളും ഇത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടില്ല എന്നർത്ഥം. UDF ഔദ്യോഗികമായി ഇക്കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. UDF യോഗം ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുമില്ല. കോൺഗ്രസിന്റെ നിലപാട് മാത്രമാണ് അവർ പറയുന്നത്. അതാണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റ് മുന്നണികളോ? LDF-ലും ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. LDF-ലെ പ്രധാന ഘടകകക്ഷിയായ CPI-ക്ക് അത്ര യോജിപ്പില്ല പദ്ധതിയോട്. CPI നേതാവ് സത്യൻ മുഖേരി കിസാൻ സഭയുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹം ജനയുഗത്തിൽ പരസ്യമായി ലേഖനം എഴുതി മദ്യനിർമ്മാണശാലയോ വേണ്ടത്, അതല്ല നെൽകൃഷിയാണോ വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് CPI-യെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും എന്നാണ് മന്ത്രി MP രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. RJD-യും രംഗത്ത് വന്നിട്ടുണ്ട്. RJD ഒരു പൂർണ്ണ ഘടകകക്ഷിയാണോ LDF-ൻ്റേത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. ഏത് നിമിഷവും LDF വിട്ടു പോകും എന്ന് പറയുന്ന ഘടകകക്ഷിയാണ് RJD-യും ഈ പ്രശ്നം ഉയർത്തി അത്ര യോജിപ്പില്ല പദ്ധതിയോട്. കുടിവെള്ള പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. CPI-ക്കും അതേ നിലപാട് തന്നെയാണ്. അതേസമയം ജനതാദൾ എസ് പദ്ധതിക്ക് എതിരെയാണ് എന്ന വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ ജനതാദൾ എസ് പറഞ്ഞു, അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ പദ്ധതിയോടൊപ്പമാണ്, സർക്കാരിനോടൊപ്പമാണ് എന്ന് പരസ്യമായി മാത്യു ടി തോമസ് ജനതാദൾ എസ് നേതാവ് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് മുന്നണിയിലും ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. വ്യവസായം വേണോ വേണ്ടയോ എന്ന ചോദ്യത്തോടാണ് ഇവർ കൂടി നിൽക്കുന്നത്. അപ്പോഴാണ് LDF-ന് അപ്രതീക്ഷിത പിന്തുണയുമായി BDJS രംഗത്ത് വരുന്നത്. BDJS-ന്റെ ആലപ്പുഴ ഘടകം യോഗം ചേർന്ന് പദ്ധതി നടപ്പാക്കണം, ബ്രൂവറി പദ്ധതി നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടു. സർക്കാരിനോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചു സർക്കാരിന് മുന്നിലേക്ക്. പദ്ധതി പാലക്കാട് നിന്നും ആലപ്പുഴയിലേക്ക് കൊണ്ടുവരണം. ആലപ്പുഴയിലും ആവശ്യത്തിന് അരി ലഭിക്കും, അതുകൊണ്ട് ആലപ്പുഴയിലേക്ക് കൊണ്ടുവരണം. ആലപ്പുഴയിൽ മാക്ഡൊണാൾഡ് ഫാക്ടറി ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് അവിടെ പുതിയ ബ്രൂവറി സ്ഥാപിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിനുള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരും എന്ന് BDJS പറയുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ NDA-യുടെ ഘടകകക്ഷിയായ BDJS പരസ്യമായി പദ്ധതിക്ക് അനുകൂലമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോഴത്തെ സ്ഥിതി UDF-ൽ കോൺഗ്രസ് മാത്രമാണ് എതിർത്ത് സംസാരിക്കുന്നത്, മറ്റ് ഘടകകക്ഷികൾ എതിർത്ത് സംസാരിക്കുന്നില്ല. LDF-ൽ അതൃപ്തിയുണ്ട് രണ്ട് കക്ഷികൾക്ക്, CPI-ക്കും അതോടൊപ്പം തന്നെ RJD-ക്കും. രണ്ട് കക്ഷികളെയും സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നാണ് മന്ത്രി MP രാജേഷ് പറയുന്നത്. LDF-ന്റെ ഒരു പൊതു തീരുമാനത്തോടൊപ്പം CPI നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ആശങ്ക കുടിവെള്ള പ്രശ്നം മാത്രമാണ്. കുടിവെള്ള വിതരണത്തെ പദ്ധതി ബാധിക്കില്ല എന്ന് കൃത്യമായും പറഞ്ഞു. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജലസംഭരണി സ്ഥാപിച്ചാണ് ആവശ്യമായ ജലം ശേഖരിക്കുക. ശേഷിക്കുന്ന വെള്ളം മലമ്പുഴ ഡാമിൽ നിന്നായിരിക്കും ലഭിക്കുക. വ്യവസായങ്ങൾക്ക് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം നൽകാൻ കഴിഞ്ഞ UDF സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല കൂടി മന്ത്രിയായിരുന്നു. കാരണം രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ആദ്യം പ്രതികരണമായി രംഗത്ത് വന്നത്, എതിർപ്പുമായി രംഗത്ത് വന്നത് എന്നതുകൊണ്ടാണ് അക്കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ, LDF-ലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് LDF നേതാക്കൾ പറയുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ബ്രൂവറി വിവാദം. വ്യവസായവൽക്കരണം വേണോ, വ്യവസായങ്ങൾ വേണോ, വികസനം വേണോ എന്ന ചോദ്യത്തിന് ചുറ്റും രാഷ്ട്രീയ പാർട്ടികൾ കറങ്ങുന്നു എന്നർത്ഥം. അത് ഒരു നല്ല സന്ദേശം തന്നെയാണ്. കേരളത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, കേരളത്തിന്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് UDF-ന് തന്നെയാണ്. കോൺഗ്രസ് മാത്രമാണ് ഇപ്പോൾ എതിർപ്പുമായി രംഗത്ത് വന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റ് ഘടകകക്ഷികൾ ഇത് സംബന്ധിച്ച് മൗനം പാലിക്കുകയാണ് എന്നതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരള രാഷ്ട്രീയം ഒരു നല്ല ദിശയിലേക്കാണ് ചലിക്കുന്നത്. കാരണം വികസനം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികളിൽ തന്നെ ഒരു പുതിയ കൂട്ടായ്മ ഉണ്ടാക്കുകയാണോ, അല്ലെങ്കിൽ പുതിയ അലൈൻമെന്റിലേക്ക്, ധാരണയിലേക്ക് മാറുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തുകൊണ്ടും ഉറപ്പിച്ചു പറയാൻ കഴിയും, ബ്രൂവറി വിവാദം അടക്കമുള്ള വ്യവസായ മേഖലയിലെ മാറ്റങ്ങൾ കേരളത്തിൽ പുതിയ ഒരു രാഷ്ട്രീയം
ചർച്ചയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ആ രാഷ്ട്രീയം കേരളത്തിന്റെ വികസന രാഷ്ട്രീയമാണ് എന്നതാണ്. അതിന് പിറകെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ. അതിൽ നിന്ന് മാറി നിന്നാൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും കോൺഗ്രസിന് അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതാണ്. കോൺഗ്രസ് നടക്കുന്നത് തെറ്റായ വഴിയിലൂടെയാണ് എന്ന് വിളിച്ചു പറയുന്ന തലമുറ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്ന സന്ദേശവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. അത് വ്യവസായം വേണോ വികസനം വേണോ എന്നതാണ്. അതിലേക്ക് ചർച്ചകൾ വരുന്നു എന്നത് ഒരു പുതിയ കേരളത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല.